LDF-ൽ CPM ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന CPI-യുടെ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനമുയർന്നു. CPI വകുപ്പുകളെ ഡീപ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മന്ത്രിമാരായ പി പ്രസാദിനെതിരെയും GR അനിലിനെതിരെയും ചില വിമർശനങ്ങൾ ഉയർന്നു. അരുൺ രാജ് ആലപ്പുഴയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യും. അരുൺ രാജ്, ഗുഡ് മോർണിംഗ്. അതിരൂക്ഷമായ വിമർശനം ചില പ്രതിനിധികൾ ഉയർത്തിയെന്നാണല്ലോ പുറത്തുവരുന്ന വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ആലപ്പുഴയിലെ CPI സമ്മേളനം വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. കാരണം സർക്കാരിൽ തന്നെ LDF-ന്റെ മുഖമായി CPM മാറുന്നുണ്ട്. പക്ഷേ ഈ CPIക്ക് അത്തരമൊരു പ്രാതിനിധ്യം ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് CPI പ്രതിനിധികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. LDF-നെ പൂർണ്ണമായും CPM ആണ് ഹൈജാക്ക് ചെയ്യുന്നത്. ഈ രീതി അവസാനിപ്പിക്കണം. പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെ ഈ രീതിയാണ് പിന്തുടരുന്നത്. ഇതിൽ മാറ്റം ഉണ്ടാകണം എന്നുള്ളതാണ് പ്രതിനിധികൾ ആവശ്യപ്പെട്ടത്. മറ്റൊന്ന് ഈ മന്ത്രിമാരുടെ വകുപ്പുകളാണ്. CPI ഭരിക്കുന്ന മന്ത്രിമാരുടെ വകുപ്പുകളെ ഡീപ്രൊമോട്ട് ചെയ്യാനുള്ള ശ്രമം സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട്. അതിന് ചില CPM നേതാക്കൾ തന്നെ ഒത്താശ ചെയ്യുന്നു എന്ന വിമർശനമാണ് പ്രതിനിധികൾ മുന്നോട്ട് വെച്ചത്. മന്ത്രി GR അനിലിനും പി പ്രസാദിനും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നു. കഴിഞ്ഞ 4.5 വർഷം ഈ രണ്ട് വകുപ്പുകൾ ഉണ്ടായിരുന്നോ എന്ന സംശയം പൊതുജനങ്ങൾക്കിടയിലുണ്ട്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട വകുപ്പുകളാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ്. പക്ഷേ കഴിഞ്ഞ 4.5 വർഷവും ഈ വകുപ്പിന്റെ പ്രവർത്തനം എങ്ങും കണ്ടില്ല എന്നുള്ളതാണ് പ്രതിനിധികൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട പരാതി. പക്ഷേ ഓണക്കാലത്ത് വകുപ്പ് നന്നായി ഇടപെട്ടു എന്നുകൂടി ചില അംഗങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് പി പ്രസാദാണ്. പി പ്രസാദിനെ കടുത്ത രീതിയിൽ വിമർശിക്കുന്ന സാഹചര്യമാണ് മലപ്പുറത്ത് അടക്കമുള്ള പ്രതിനിധികൾ മുന്നോട്ട് വെച്ചത്. കാരണം സുനിൽകുമാറിനെ പോലെയുള്ള നല്ല കൃഷി വകുപ്പ് മന്ത്രിമാർ ഉണ്ടായിരുന്ന സ്ഥലമാണ് കേരളം. അവിടെ പി പ്രസാദ് കഴിഞ്ഞ 4.5 വർഷം എന്തെടുക്കുകയായിരുന്നു? ഈ വകുപ്പ് കേരളത്തിൽ ഇല്ല എന്ന പൊതു തോന്നലാണ് ജനങ്ങൾക്കിടയിലേക്ക് ഉണ്ടായത് എന്നതായിരുന്നു വിമർശനങ്ങളിൽ കാതലായി ഉണ്ടായിരുന്നത്. മറ്റൊന്ന് ഈ CPI സംസ്ഥാന സെക്രട്ടറിക്ക് നേരെയുണ്ടായ ബിനോയ് വിശ്വത്തിന് നേരെയുണ്ടായ പ്രതികരണമാണ്. അത് കടുത്ത ഭാഷയിലായിരുന്നു പ്രതിനിധികളുടെ വിമർശനം. കാരണം സംഘടനാ തെരഞ്ഞെടുപ്പ് സമവായ രീതിയിൽ നടത്തി എന്നതാണ് പ്രവർത്തന റിപ്പോർട്ട് അവകാശപ്പെട്ടത്. പക്ഷേ അത്തരത്തിലൊരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം CPIക്ക് ഇല്ല എന്നുള്ളതാണ് പ്രതിനിധികൾ പറഞ്ഞത്. സംഘടനാപരമായി മത്സരിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്, പാർട്ടി അംഗങ്ങൾക്കുണ്ട്. അക്കാര്യം സംസ്ഥാന സെക്രട്ടറി മറന്നു പോകരുത്. ഇത്തരം പരാമർശങ്ങൾ ഇനി മേലിൽ ആവർത്തിക്കരുതെന്ന് കൂടി പ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ആവശ്യം ഉയരുകയും ചെയ്തു. മറ്റൊന്ന് ഈ കുടുംബശ്രീയെ CPM ഹൈജാക്ക് ചെയ്തു എന്ന വിമർശനമാണ് പ്രതിനിധികൾ മുന്നോട്ട് വെച്ചത്. ഇനി ഇത്തരം രീതികളുമായി മുന്നോട്ട് പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPIക്ക് പിന്നോട്ട് പോകേണ്ടി വരും. ആ കാര്യങ്ങളിൽ ഓർമ്മ വേണം. സംഘടനാപരമായ ജാഗ്രത നേതൃത്വം കൈക്കൊള്ളണം എന്നുള്ളതാണ് പ്രതിനിധികൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കടുത്ത വിമർശനം സംസ്ഥാന നേതൃത്വത്തിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.